ചലച്ചിത്ര പിന്നണി ഗായിക സുജാത കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സുജാത മോഹൻ. സുജു, എനിക്കറിയാം നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഒരു പക്ഷേ ജയേട്ടൻ ആകുന്ന ഒരു ലോകത്തെക്കുറിച്ച് സുജാത ചിന്തിക്കുക? എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ് അല്ലേ ഇവരൊക്കെ. നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിലല്ലേ ഇവരൊക്കെ ഇരിക്കണേ. ഓരോ ആൾക്കാരായിട്ട് പോണെന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ പോവുക ആൾക്കാർ. അയ്യോ, ജയൻ ചേട്ടനെ അറിയാലോ. ജയൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സിംഗറിന്റെ ഒപ്പം തന്നെ ഒരു ഭയങ്കര രസികനായ ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു ഇമേജാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. കാരണം അത്രയും സരസനായ, ഒരുപാട് നമ്മൾ വേദികളിലൊക്കെ പോയിരിക്കുമ്പോൾ ബാക്ക് സ്റ്റേജിൽ ഒരുപാട് കഥകളും തമാശകളും ഒക്കെ പറയുന്ന ജയേട്ടനെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ജയേട്ടൻ്റെ ആ കമ്പനി ഭയങ്കര രസമാണ്. MSV സാറും സുശീലാമ്മയും ബാബുക്കയും റാഫി, ഈ 4 പേരാണ് അദ്ദേഹത്തിന്റെ എപ്പോഴും സംസാര വിഷയം. ഫൈനലി ഇവർ 4 പേരിലും വന്നിട്ട് നിൽക്കുക. അപ്പൊ നമ്മളെ അടുത്തൊക്കെ കുറേ പാട്ടുകൾ പറഞ്ഞു തരും. കുട്ടി ഇത് കേട്ടിട്ടില്ലേ, സുശീലാമ്മയുടെയും MSV സാറിന്റെയും കോമ്പിനേഷനിലെ പാട്ടുകൾ? അയ്യോ, ഇത് കേട്ടിട്ടില്ലെങ്കിൽ പോയി കേൾക്കൂ, നിങ്ങളൊക്കെ പാട്ടുകാരൻ പറഞ്ഞിരിക്കണം എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കുറേ പാട്ടുകൾ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു തരും. പിന്നെ ജയൻ ചേട്ടൻ കഥകൾ തന്നെ കുറെ കഥകളുണ്ട്. സ്റ്റേജിൽ ഓരോ തമാശകളും. അദ്ദേഹം ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഒരാളല്ലേ. ആരെയും കൂസാതെ ഒറ്റ മനുഷ്യനെ വകവയ്ക്കില്ല. പിന്നെ ഒരു സിംഗറിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു ഭയങ്കര മ്യൂസിക് ലവറാണ്. നല്ല മ്യൂസിക് എവിടെയുണ്ടോ അതിങ്ങനെ. ഇൻഫാക്ട് ജയൻ ചേട്ടന്റെ സ്വന്തം പാട്ടുകളുടെ ലിറിക്സ് മറന്നാലും സുശീലാമ്മയുടെ പാട്ടുകളുടെ ലിറിക്സ് ഒക്കെ കാണാപ്പാടാണ് എപ്പോൾ ചോദിച്ചാലും. അങ്ങനത്തെ ഒരു ഭയങ്കര പ്രത്യേകതകളുള്ളൊരു സുജു പാടിയ പാട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം എപ്പോഴെങ്കിലുമൊക്കെ പറയുമായിരുന്നു. കാര്യം മറ്റുള്ളവരുടെ പാട്ടുകളിൽ എപ്പോഴും അദ്ദേഹത്തിന് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു എന്നെ, അതെനിക്കറിയാം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാലോ, വളരെ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ നമുക്ക് മോഹനെയും വലിയ ഇഷ്ടമാണ്. ഒരേ ഒരു സങ്കടം ഉണ്ടായിരുന്നു, ജയൻ ചേട്ടനെ പോയി കാണാൻ പറ്റിയില്ല. കാരണം ഫോണും വിളിച്ചാൽ എടുക്കൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു അവാർഡ് ഫംഗ്ഷന് ഒരു 8-9 മാസം മുമ്പേ കണ്ടു. അത്രേ ഉള്ളൂ. അന്ന് പക്ഷെ ഇത്രയും അസുഖം ഉണ്ടായിരുന്നു നമ്മളാരും അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് അന്ന് കണ്ടത് തന്നെ, പിന്നെ കണ്ടില്ല അന്ന്. അപ്പോൾ ഭയങ്കര സങ്കടം. എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആൾക്കാരായിട്ട് പോണു. ഓക്കെ സുജു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക സുജാത മോഹനാണ് നമുക്കൊപ്പം ചേർന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ചലച്ചിത്ര ജീവിത യാത്രയിൽ ഒരാൾ കൂടി ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള ദുഃഖമായിരിക്കും സുജാതയെ പോലുള്ള പാട്ടുകാരിയെ വേദനിപ്പിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാലത്തിൻ്റെ കുത്തൊഴുകിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒന്നൊന്നായി ആളുകൾ അരങ്ങൊഴിഞ്ഞു പോവുക. ഒരുപക്ഷേ ഇത്തരം ലെജൻഡുകൾ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ള കരുത്തായിരുന്നു നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അപ്പോൾ ഓരോ ലെജൻഡും അരങ്ങൊഴിയുമ്പോൾ നമുക്കെന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ ബാക്കിയാകുന്നു. ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ ഒരു അനുശോചന സന്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. മന്ത്രി ഡോക്ടർ ബിന്ദുവിൻ്റെ സന്ദേശത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് രാഗാവിഷ്കാരങ്ങളുടെ ചാരുത ഭാവഗാനങ്ങളായി പകർന്നു തന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ വിയോഗമാണ് ഉണ്ടായത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറയുന്നത്. അതീവ വിലോലമായ വൈകാരികതകളെയും തരളമായ പ്രണയഭാവങ്ങളെയും ഇത്രമേൽ പേലവമായി അവതരിപ്പിക്കാൻ മറ്റേതൊരു ഗായകനാണ് മലയാളത്തിൽ ഉള്ളതെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു അനുസ്മരിച്ചു. വലിയ നഷ്ടബോധമാണ് ഈ വിയോഗമുണ്ടാക്കുന്നത്. കേരളക്കരയാകെ ഇക്കാലം അത്രയും പടർന്നു നിന്ന ആ സ്വരത്തോടുള്ള അഭിനിവേശം കൊണ്ടും എൻ്റെ നാടായ ഇരിങ്ങാലക്കുടയുടെ ഞരമ്പിൽ നിന്നുള്ള സംഗീതമാണ് കേരളത്തിൻ്റെ ഭാവഗാന മുദ്രയായി തീർന്നതിലെ അഭിമാനം കൊണ്ടും ആ വേദനയെ മറികടക്കാൻ കാലം സഹായിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഡോക്ടർ ആർ ബിന്ദു.